നമസ്കാരം. ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രത്തിൽ ഒരു പെൺചരിതം രചിക്കപ്പെട്ടിരിക്കുകയാണ്. നാവികസേനയുടെ ഇതുവരെയുള്ള നാൾവഴികൾക്കിടെ ഇതാ ആദ്യമായൊരു വനിതാ യുദ്ധവിമാന പൈലറ്റ് തന്റെ ദൗത്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഉത്തർപ്രദേശ് മീററ്റ് സ്വദേശിനിയായ ആസ്ഥ പുനിയയാണ് നാവികസേനയുടെ യുദ്ധവിമാന പൈലറ്റായ ആദ്യ വനിത എന്ന ബഹുമതി സ്വന്തം പേരിൽ കുറിച്ചിരിക്കുന്നത്. ഇതോടെ വിമാനവാഹിനി കപ്പലുകളിൽ നിന്നും MiG-29K അല്ലെങ്കിൽ റാഫേൽ യുദ്ധവിമാനങ്ങളുടെ നാവിക പതിപ്പുകളോ പറത്താൻ പ്രത്യേക പരിശീലനം നേടിയ സബ് ലഫ്റ്റനന്റ് ആസ്ഥ പുനിയയ്ക്കാകും. വിശാഖപട്ടണത്തെ INS ദേഗയിൽ ഹോക്ക് 132 അഡ്വാൻസ്ഡ് ജെറ്റ് ട്രെയിനറിൽ സൈനിക പൈലറ്റുമാരുടെ പരിശീലനത്തിന് ശേഷം നടത്തിയ ബിരുദദാന ചടങ്ങിൽ നാവികസേനയാണ് സേനയുടെ ആദ്യ വനിതാ പൈലറ്റ് യുദ്ധവിമാന വിഭാഗത്തിൽ ദൗത്യ നിർവഹണത്തിനായി തയ്യാറെടുത്തു കഴിഞ്ഞുവെന്ന വിവരം അറിയിച്ചത്. സബ് ലഫ്റ്റനന്റ് ആസ്ഥ പുനിയ നാവിക വ്യോമയാനത്തിന്റെ ഫൈറ്റർ വിഭാഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആദ്യ വനിതയായി. നാവികസേനയിലെ വനിതാ ഫൈറ്റർ പൈലറ്റുമാരുടെ ഒരു പുതിയ യുഗത്തിന് അത് വഴിയൊരുക്കി. ഇന്ത്യൻ നാവികസേന പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു, രാജ്യത്തെ നാവികസേന ഇതിനകം തന്നെ MR വിമാനങ്ങളിലും ഹെലികോപ്റ്ററുകളിലും പൈലറ്റുമാരായും നേവൽ എയർ ഓപ്പറേഷൻസ് ഓഫീസർമാരായും വനിതാ ഓഫീസർമാരെ നിയമിച്ചിട്ടുണ്ടെന്നും ഈ പ്രസ്താവനയിൽ പറയുന്നു. ഹോക്ക് 132 അഡ്വാൻസ്ഡ് ജെറ്റ് ട്രെയിനറിൽ സൈനിക പൈലറ്റുമാരുടെ പരിശീലനത്തിന് ശേഷം നടത്തിയ ബിരുദദാന ചടങ്ങിൽ സബ് ലഫ്റ്റനന്റ് ആസ്ഥ പുനിയ, ലഫ്റ്റനന്റ് അതുൽ കുമാർ ദുൾ എന്നിവർക്ക് എയർ അസിസ്റ്റന്റ് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് റിയർ അഡ്മിറൽ ജനക് ബവലിയിൽ നിന്ന് വിങ്സ് ഓഫ് ഗോൾഡ് ബഹുമതിയും ലഭിക്കുകയുണ്ടായി. സൈനിക തലത്തിൽ ഇന്ത്യ നടപ്പാക്കുന്ന ലിംഗസമത്വത്തിന്റെ പ്രതീകമായി കൂടി ആസ്ഥ പുനിയയുടെ പരിശീലനവും പൈലറ്റ് സ്ഥാനവും കണക്കാക്കാനാകും. നാവികസേന പുറത്തുവിട്ട പ്രസ്താവനയിൽ അത് കൂട്ടിച്ചേർക്കുന്നുണ്ട്. SLD ആസ്ഥ പുനിയയെ ഫൈറ്റർ സ്ട്രീമിലേക്ക് കൊണ്ടുവരുന്നത് നാവിക വ്യോമയാനത്തിൽ ലിംഗഭേദം ഉൾപ്പെടുത്തുന്നതിനും നാരീശക്തിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സമത്വത്തിന്റെയും അവസരത്തിന്റെയും സംസ്കാരം വളർത്തിയെടുക്കുന്നതിനുമുള്ള ഇന്ത്യൻ നാവികസേനയുടെ പ്രതിബദ്ധത എടുത്തുകാണിക്കുന്നു. നാവികസേന പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു, ഇന്ത്യയിലെ നാവികസേനാ ചരിത്രത്തിൽ ആദ്യ സംഭവമാണ് യുദ്ധവിമാന പൈലറ്റായി ഒരു വനിതയുടെ നിയമനമെങ്കിൽ വ്യോമസേന ഇതിനോടകം അത് സാധ്യമാക്കിയിട്ടുണ്ട്. 2016 ഇന്ത്യൻ വ്യോമസേന ആവണി ചതുർവേദി, ഭാവന കാന്ത്, മോഹന സിംഗ് എന്നീ 3 വനിതാ ഓഫീസർമാരുടെ ആദ്യ ബാച്ചിനെ യുദ്ധവിമാന നിരയിലേക്ക് നിയോഗിച്ചത്. ഇന്ത്യൻ സൈന്യത്തിലെ പെൺകരുത്തിന്റെ വിജയഗാഥ അടുത്തിടെ നടന്ന ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലോകരാജ്യങ്ങൾ കണ്ടറിഞ്ഞതാണ്. ജമ്മു കാശ്മീരിലെ പെഹൽഗാമിൽ വിനോദസഞ്ചാരത്തിനായി എത്തിയ പുരുഷന്മാരെ തിരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തി അവരുടെ ഭാര്യമാരുടെ സിന്ദൂരം മായ്ച്ച ഭീകരർക്ക് തക്ക മറുപടിയേകാൻ ഇന്ത്യൻ സൈന്യം നിയോഗിച്ചത് സൈന്യത്തിലെ വനിതാ രത്നങ്ങളെ തന്നെയായിരുന്നു. അങ്ങനെ പതിവ് ആക്രമണ രീതികളിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ വനിതാ പൈലറ്റുമാർ പങ്കെടുത്ത പോരാട്ടം കൂടിയായി ഓപ്പറേഷൻ സിന്ദൂർ മാറി. മാത്രവുമല്ല, ഇന്ത്യയെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ നേട്ടമായി ആ പോരാട്ടം ഫലമണിയുകയുണ്ടായി. ഓപ്പറേഷൻ സിന്ദൂർ നടന്നുകൊണ്ടിരുന്ന അവസരത്തിൽ രാജ്യത്തിന്റെ മുന്നേറ്റം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ വിളിച്ച വാർത്താ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത 3 സൈനിക ഓഫീസർമാരിൽ 2 പേർ വനിതകളായിരുന്നുവെന്നതും ശ്രദ്ധേയം. ഇന്ത്യൻ സൈന്യത്തിലെ കോർപ്സ് ഓഫ് സിഗ്നൽസിലെ ആദ്യ വനിതാ ഓഫീസറായ കേണൽ സോഫിയ ഖുറേഷിയും ഇന്ത്യൻ വ്യോമസേനയിലെ വിംഗ് കമാൻഡറായ വ്യോമിക സിംഗുമാണ് അതിലൂടെ ശ്രദ്ധ നേടിയത്. ഇപ്പോൾ രാജ്യത്തെ നാവികസേനയുടെ ആദ്യ യുദ്ധവിമാന പൈലറ്റായി സബ് ലഫ്റ്റനന്റ് ആസ്ഥ പുനിയ നിയമിക്കപ്പെട്ടതോടെ രാജ്യത്തിന്റെ യശസ് വനിതകൾക്ക് നൽകുന്ന പ്രാധാന്യത്തിന്റെ പേരിൽ ഉയർന്നിരിക്കുകയാണ്. വാർത്തയുടെ നിറം തേടി തനിനിറം.